ഒന്നും അറിയില്ല. നമ്മൾ വിചാരം സാധാരണ ഒഴിച്ചിൽ ഈ തടവ് അതാണ് പഞ്ചകർമ്മ എന്നാണ്. പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ തന്നെ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷം എന്ന് പറയുന്നതാണ്. ഈ വമനം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് വന്നിട്ട് ഛർദ്ദിപ്പിക്കുന്നതാണ്. വിരേചനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് വന്നിട്ട് തന്നെ പിന്നെ വയറ്റിൽ നിന്ന് പോക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ വസ്തി എന്ന് പറയുന്നത് നമ്മളെ ഇംഗ്ലീഷിലുള്ള അലോപ്പതി നമ്മുടെ ഹോസ്പിറ്റലിൽ പോയാൽ എനിമ കൊടുക്കുന്ന അതുപോലുള്ള ഒരു ഇതാണ്. അത് കഷായമായിട്ടും നമുക്ക് കൊടുക്കാം, തൈലായിട്ടും കൊടുക്കാം. പിന്നെയുള്ളത് രക്തമോഷം. നമ്മുടെ സ്കിൻ ഡിസീസിനൊക്കെ കൂടി പിത്തെല്ലാം കൂടുന്നത് നമ്മളെ 3 ദോഷങ്ങൾ വാത, പിത്ത, കഫം. ഇതിൽ പിത്തദോഷം നമ്മൾ ഒന്ന് പോക്കാൻ വേണ്ടി പിന്നെ ഈ വെരിക്കോസ് വെയിൻ അങ്ങനത്തെ എല്ലാം ട്രീറ്റ്മെൻറ്റ് അതിനു വേണ്ടി രക്തം ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് രക്തമോഷം. പിന്നെയുള്ളത് നസ്യം. നമ്മളെ ഈ തലേൻ്റെ ഈ കഴുത്തിന് മേലെയുള്ള ഭാഗങ്ങൾക്ക് ഉള്ള എല്ലാ കഫദോഷ പ്രധാനമായ എല്ലാത്തിനും കൂടി ചെയ്യുന്ന ഒരു ഇതാണ് മൂക്കിലൂടെ നമ്മൾ മരുന്ന് ഒഴിച്ചിട്ട് നസ്യം ചെയ്യുന്നത്. അങ്ങനെ ഈ 5 കർമ്മമാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. നമ്മളെ ഒഴിച്ചിൽ ഈ സ്പായിലെല്ലാം നമ്മളെ ട്രീറ്റ്മെൻറ്റ് വൈസ് അത് സ്പാ പോലത്തെ സ്ഥലത്ത് അത് കിട്ടൂല. നമ്മളവിടെ കൊടക് ആയുർവേദ കെയർ ചെയ്യുന്ന പ്യുവർ കേരള ചെയ്യുന്ന ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ പൊതുവായിട്ട് സ്പാകളിലെല്ലാം പോയി നമുക്ക് സുഖചികിത്സ ചെയ്യാം. നമ്മൾ അങ്ങനത്തെ പോയി ചെയ്യാം. അത് നല്ല ശരീരത്തിന് ഒരു ഉന്മേഷവും അതെല്ലാം ചെയ്യും. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വൈസ് എന്ത് ഇത് വേണമെങ്കിലും നമ്മളെ ഡോക്ടർമാരൊക്കെ ഉള്ള നല്ല സ്ഥലത്ത് തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും മെയിനായ കാരണം നമ്മുടെ നിത്യ ശീലങ്ങളാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, സമയാസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, കറക്റ്റ് ഉറങ്ങാതിരിക്കുക, ഇത് വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് മലശോധന ഇല്ലാണ്ടിരിക്കുക, അതൊക്കെയാണ്. അപ്പം നമ്മൾ അതിലുള്ള അതൊന്ന് ദിവസമുള്ള നമ്മുടെ ദിനചര്യകൾ കറക്റ്റായിരിക്കുക. ദിനചര്യ, ഋതുചര്യ അതൊക്കെയാണ് നമ്മൾ പൊതുവായി ശ്രദ്ധിക്കേണ്ടത്. ടൈമിൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇത് ശരിയായിട്ട് ഉണ്ടാവും. ഗ്യാസ്ട്രിക് വരൂല. ഈ ഞാൻ ഹോസ്പിറ്റലിൽ നമുക്ക് പൊതുവായി എപ്പോഴും കാണുന്നതാണ് ഇത് നെഞ്ചരിച്ചിൽ, പൊടിച്ചതായിട്ട്. അത് മെയിൻ കാരണം ടൈമിന് ഭക്ഷണം കഴിക്കാത്തതും ഈ ഇത് എണ്ണയിൽ പൊരിച്ചത്, വറുത്തത് അങ്ങനത്തെ. നമുക്ക് പേഷ്യൻ്റ് ഓരോരുത്തരായിട്ട് വന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നതാണ്. അപ്പോൾ ടൈമിന് ഭക്ഷണം കഴിക്കുക. ഇത് ഉപ്പ്, എരിവ്, പുളി, കാര അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ച് ഒഴിവാക്കുക. പറ്റുന്നത്രയും നമ്മൾ വെജിറ്റബിൾസ് കഴുകി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇത് നോൺ വെജ് ഇത് 21 ദിവസം കൊണ്ട് ഇഞ്ചക്ഷൻ എല്ലാം കുത്തി വരുന്ന കോഴികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കാൻ ഞാനും കഴിക്കുന്നതാണ്. അപ്പം ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം, അതും അധികം ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കഴിക്കുക. അത് കഴിക്കാൻ അധികം കബാബ് രൂപത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാതെ, അതും നമ്മൾ ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുമല്ലോ, അതെല്ലാം വളരെ മോശമാണ്. അപ്പം കറി വെച്ച് അധികം എരിവും പുളിയും ഉപ്പും എല്ലാം ഉപയോഗിക്കാതെ അങ്ങനെ കറി വെച്ച് ഉപയോഗിക്കുക. പിന്നെ ചപ്പുകളെല്ലാം നമ്മൾ ഇതാക്കുക. പിന്നെ ഇത് മുളക്കാക്കിയിട്ട് പിന്നെ മുളപ്പിച്ചിട്ട് എല്ലാ നട്ട്സ് ഇത് പയറുവർഗ്ഗങ്ങളും കടല അതെല്ലാം മുളപ്പിച്ച് കഴിക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ കൂടും. അങ്ങനെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കുക. അത് ഡൈജഷന് നടക്കുന്നത് ഡൈജസ്റ്റീവ് ഫയറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആ ഫയർ കെട്ടുപോകും. വെള്ളം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുക. അപ്പം ഭക്ഷണത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ആഫ്റ്റർ ശേഷം നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ ടൈമിന് ഉറങ്ങുക. നമ്മളെ എല്ലാ രോഗവും ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം ഇല്ലായ്മയാണ് സ്ട്രെസ്, മെൻ്റൽ സ്ട്രെസ്സിനെല്ലാം മെയിൻ കാരണം. അപ്പോൾ നമ്മളെ ഇത് വേറൊരു കാരണം വെച്ചാൽ മാനസികമായ എല്ലാ രോഗത്തിനും കാരണം നമ്മളെ മനസ്സ് പ്യുവറാക്കി വെക്കുക. എല്ലാവരോടും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അവരോട് ക്ഷമിക്കാൻ ഇതാക്കുക. അപ്പം നമ്മളെ ദേഷ്യം, ക്ഷമ, അത് എനിക്കും ഇപ്പോൾ ദേഷ്യമുണ്ട്, ഞാൻ അങ്ങനെ പറയല്ല. അപ്പം നമ്മളൊന്ന് കൺട്രോളാക്കി വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, കുശുമ്പ്, അങ്ങനത്തെ ആ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ കുറവാക്കി വെച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് ഇതാവും. അപ്പം നമുക്ക് നല്ല ശാന്തമായി ഉറങ്ങാൻ പറ്റും. പല രോഗങ്ങളും വരാതിരിക്കും. അപ്പം നല്ല ഉറക്കം കിട്ടും, നല്ല ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം നോക്കി നമ്മുടെ ആരോഗ്യം പരമാവധി നന്നായിട്ട് ആയുർവേദത്തിലൂടെ ഇതാക്കാം. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ നമ്മളെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ആയുർവേദം. ഇപ്പോഴത്തെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പനി വന്നാൽ പെട്ടെന്ന് തന്നെ പോയി ഇഞ്ചക്ഷൻ വെക്കണം. അങ്ങനത്തെ ഒരു ഇത് നമ്മളെ ശീലം ഒന്ന് മാറ്റുക. നമ്മളെ കുട്ടികളിലെ നമ്മളെ ചെറിയ വീടുകളിൽ തന്നെ ഇപ്പം കൊറോണ വന്നപ്പോൾ നമ്മൾ കഷായം വെച്ച് കുടിച്ചു, നല്ല പ്യുവറായിരുന്നില്ല. അതുപോലെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മരുന്നുകളെല്ലാം വീട്ടിൽ തന്നെ ഉപയോഗിക്കുക. പിന്നെ അധികം ഇത് ആൻറ്റിബയോട്ടിക് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അത് നമുക്കൊന്ന് ശീലിച്ചു പോയി പിന്നെ അതേ വേണ്ടി വരും. നമ്മൾ ചെറിയ നമ്മൾ ആയുർവേദ മരുന്നൊന്നും പിന്നെ ശരീരത്തിൽ പിടിക്കാണ്ട് വരും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ മെയിനാണ്, പ്രതിരോധ ശക്തി. നമ്മൾ എന്ത് കഴിക്കുന്നോ അതിലൂടെ നമുക്ക് പ്രതിരോധ ശക്തി വരിക. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ് മരുന്നെന്നാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും നല്ലത് മാത്രം തിന്നുക.
ചോറ് മാത്രം കഴിക്കുന്നത് ഒഴിവാക്കി അതിലൂടെ കുറച്ച് ഉപ്പേരികളിലാക്കി അതിൽ എണ്ണയെല്ലാം കുറച്ച് പരമാവധി ഒഴിവാക്കി എല്ലാത്തിനും വെള്ളുള്ളിയും ചുണ്ടി അങ്ങനത്തെ ജീരകെല്ലാം ചേർത്ത് ഉപ്പേരിയിലാക്കി നമ്മൾ കൂടുതൽ ഉപ്പേരി പോലത്തത് കഴിക്കുക, കുറച്ച് ചോറാക്കണം, ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കുക. പിന്നെ നമ്മളെ ദിനചര്യയിൽ തന്നെ കുറച്ച് മെഡിറ്റേഷൻ, യോഗ പോലത്തെ അല്ലെങ്കിൽ എക്സസൈസ് എന്തെങ്കിലുമെല്ലാം ദിവസവും രാവിലെ ഒരു കൃത്യസമയത്ത് എണീക്കുക, കുറച്ച് നടക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നമ്മുടെ ആരോഗ്യം നന്നായി ഉണ്ടാവട്ടെ. ഇവിടെ എല്ലാം വരുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലതായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആയുർവേദം